ബ്രിട്ടാനിയ ഒരു സൂപ്പർ സ്മാർട്ട് ക്യാമ്പയിൻ ഇറക്കിയിട്ടുണ്ട്. ബ്രിട്ടാനിയക്ക് അവരുടെ പാക്കേജിങ്ങിന്റെ 0.5% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കണം. സോ ഇതിനായി റെസിഡൻഷ്യൽ ഏരിയാസിൽ ബിൽ ബോർഡുകൾ വെച്ച് പ്രചരിപ്പിക്കാമെന്ന് അവരൊരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷേ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ പലപ്പോഴും വലിയ വലിയ മരങ്ങൾ ഉണ്ടാവും. അത് ബിൽ ബോർഡ്സിനെ പലപ്പോഴും വിസിബിൾ ആക്കാറില്ല. ഇതിനെന്ത് ചെയ്യുന്നത് ചിന്തിച്ചപ്പോഴാണ് അവർക്കൊരു ക്രേസി ഐഡിയ ഉണ്ടായത്. ട്രീസിനെ ഒബ്സ്റ്റക്കിൾസ് ആയി കാണാതെ അവരുടെ ക്യാമ്പയിന്റെ പാർട്ടാക്കി, അതായത് ട്രീസ് ഒന്നും കട്ട് ചെയ്യാതെ ബിൽ ബോർഡ്സിനെ ട്രീസിന്റെ ബ്രാഞ്ചസിന്റെ ഷേപ്പിൽ മനസ്സിലാക്കിയിട്ട് അതിന് ചുറ്റും ഡിസൈൻ ചെയ്ത് ബിൽ ബോർഡ്സിൽ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഇതിന് വലിയൊരു സ്മാർട്ട് തന്ത്രം ഉണ്ടായിരുന്നു. ഒന്ന്, അവര് എൻവയോൺമെന്റിന് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാത്ത രീതിയിൽ ബ്രാഞ്ചസ് ഒന്നും വെട്ടാതെ അഡ്വർടൈസ് ചെയ്തു. രണ്ട്, ആളുകൾക്ക് അവരുടെ ക്രിയേറ്റീവ് അപ്രോച്ച് കൂടുതൽ ഇഷ്ടമായി. സോഷ്യൽ മീഡിയയിലാകട്ടെ ആളുകൾ ഇതിനൊരു കോമഡി എന്നുള്ള രീതിയിൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പോലെ തന്നെ പെയ്ഡ് പാർട്ട്ണർഷിപ്പിനെ വിളിക്കാൻ തുടങ്ങി. പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മരം എന്നാണല്ലോ. അപ്പൊ എങ്ങനെ ഒരു സ്മാർട്ട് അപ്രോച്ച് ആയിരുന്നില്ല ഇത്.